ബേബി ഇനി വരാറായതുകൊണ്ട് കാര്യം 2-3 ആഴ്ച ഉണ്ടെങ്കിൽ പോലും നമുക്ക് എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എപ്പോൾ വേണേലും ഹോസ്പിറ്റൽ ബാഗൊക്കെ റെഡിയാക്കി വെക്കുകയും എല്ലാം വീട്ടിലാണെങ്കിലും പ്രിപ്പയർ ചെയ്തൊക്കെ വെക്കുന്നതായിരിക്കും നല്ലത്, ലാസ്റ്റ് മിനിറ്റ് കൺഫ്യൂഷനൊക്കെ അവോയ്ഡ് ചെയ്യാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് 2-3 കാര്യങ്ങളും കൂടെ ബാക്കിയുണ്ട് മേടിക്കാൻ. അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് ബേബിക്ക് മെയിനായിട്ട് നമ്മളുടെ ബേർപ്പിംഗ് ക്ലോത്തും അങ്ങനത്തെ കുറച്ച് ബിബ് അല്ലെങ്കിൽ സ്വാഡിൽ ക്ലോത്ത് അതൊക്കെ മേടിക്കാനാണ്. സ്വാഡിൽ എന്ന് പറയുന്നത് മെയിനായിട്ട് ഉണ്ടാകുന്ന സമയത്ത് 2-3 മാസത്തേക്ക് അധികം ഡിസ്റ്റർബൻസ് ഇല്ലാതെ അവർക്ക് ഉറങ്ങാൻ പറ്റുമെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സ്ലീപ്പിംഗ് ബാഗ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മോളുടെ സമയത്ത് ഞാനത് യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് ഫസ്റ്റ് ടൈം എനിക്കൊന്ന് യൂസ് ചെയ്ത് നോക്കണം എന്നുണ്ട്. ഹോപ്പ്ഫുള്ളി വർക്കൗട്ട് ആയാൽ മതിയായിരുന്നു. പ്രസവത്തിൻ്റെ ആഴ്ചകളൊക്കെ അടുത്തതുകൊണ്ട് എൻ്റെ അപ്പയും അമ്മയും അവരും വരുന്നുണ്ട്. അപ്പം അവർ വരുന്നതിന് മുന്നേ നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഈ ആഴ്ച തന്നെ അങ്ങ് പോയി ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുഞ്ഞിൻ്റെ കാർ സീറ്റും ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്യണം. അതിന് മുന്നേ വണ്ടി എത്രയാണെങ്കിലും അകത്തുനിന്നും പുറത്തുനിന്നും ക്ലീൻ ചെയ്തേ പറ്റുള്ളൂ. ആൻഡ്രിയുടെ ഫേസിലുള്ള എക്സൈറ്റ്മെൻറ്റ് വണ്ടിക്കകത്തിരുന്ന് കാർ വാഷ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെയാണ് കേട്ടോ. നമ്മൾ അങ്ങനെ റെഗുലറായിട്ടൊന്നും വരാറില്ല, അതുകൊണ്ട് അവൾക്ക് ഓവറോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതാണ് ഈ കാണുന്ന സന്തോഷമൊക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർ സീറ്റ് നമ്മൾ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നോ നാളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പം അത്യാവശ്യം വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മൾ കാർ സീറ്റ് നമ്മുടെ കാറിനകത്ത് കൊണ്ടുപോയി ഫിക്സ് ചെയ്യണം. നെതർലൻഡ്സിൽ നമ്മുടെ ഇന്ത്യയിലെ പോലെയല്ല, കുഞ്ഞുണ്ടായാൽ ഉടനെ തന്നെ വണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊരു കാർ സീറ്റിൽ മാത്രമേ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കാറുള്ളത് കൊണ്ട് നമ്മൾ എത്രയാണേലും കാറിനകത്ത് ഫിക്സ് ചെയ്തിട്ട് വേണം കുഞ്ഞിനെ അതിലിരുത്തിയിട്ട് വേണം കൊണ്ടുവരാൻ. അതുപോലെ തന്നെ പ്രസവശേഷം കുഞ്ഞിനെയും അമ്മയും നോക്കാൻ വരുന്ന ക്രാംസോർക്ക് എന്നാണ് പേര്, പക്ഷേ അത് വേറെ ആരുമല്ല, ഒരു നേഴ്സാണ്. ആ വീട്ടിലേക്ക് വരുന്ന നേഴ്സ് പോലും ഇത് വെരിഫൈ ചെയ്ത് ചെക്ക് ചെയ്യണം നമ്മൾക്ക് വണ്ടിയിലേക്ക് നമ്മൾ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് നമ്മൾ കുഞ്ഞിനെ വണ്ടിക്കകത്ത് ഇരുത്താൻ പോകുന്നത്, പ്ലേസ് ചെയ്യാൻ പോകുന്നതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ വിടുന്നത് വരെ അവർ നന്നായിട്ട് അത് ഒബ്സർവ് ചെയ്യും. ഈ കാണുന്ന ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, ഇത് വണ്ടി അകത്തുനിന്നും കൂടെ ക്ലീൻ ചെയ്യുന്ന ഒരു സ്പേസാണ്. ഇന്ന് ഞങ്ങൾ അടുത്തത് പോകാനിരുന്നത് റിജോയുടെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഡിന്നറിന് പോവുകയാണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല സമ്മർ സ്കൈ ആണ് കേട്ടോ. ഇപ്പം നെതർലൻഡ്സിൽ നല്ല പ്ലെസൻ്റ് ആയിട്ടുള്ളൊരു വെതറാണ്, ഒട്ടും തണുപ്പുമില്ല, ചെറിയൊരു ഇളം കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു സമയമാണ്. പിന്നെ നല്ലൊരു വെതറൊക്കെ ആയിട്ട് ശരിക്കും നെതർലൻഡ്സിൽ കിട്ടുന്നത് ഒരു 4-5 മാസമൊക്കെ ഉള്ളൂ കേട്ടോ. ഏകദേശം നമ്മുടെ ഓണത്തിൻ്റെ ഒരു സമയം വരെ. ഓണമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പതുക്കെ വിൻ്റർ തുടങ്ങുന്ന ഒരു ടൈമാവും, അതായത് നമ്മളുടെ സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു മാസങ്ങളൊക്കെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ ആയതുകൊണ്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കുന്ന ഒരു ടൈം ആണ്. വെളിയിൽ പോകാനാണേലും എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യാനാണേലും അല്ലെങ്കിൽ വെളിയിൽ ചെറിയ ഔട്ട്ഡോർ പിക്നിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ അറേഞ്ച് ചെയ്യാനും ഒക്കെ നല്ലതായിട്ടുള്ളൊരു ടൈമാണ് യൂറോപ്പിൽ പൊതുവെ എല്ലായിടത്തും. അപ്പോൾ ബേബി മിക്കവാറും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമ്മർ ബേബിയാണ്. അത് ഓവറോൾ എനിക്ക് തോന്നുന്നത് നല്ലതാണെന്നാണ്. കാരണം സമ്മർ ആകുമ്പോഴത്തേക്കും അധികം ചൂടൊന്നും ഉണ്ടാവത്തില്ല, എന്നാലും ഫ്യൂ വീക്സ് ഓഫ് ഹീറ്റ് വേവ് ഒക്കെ ചിലപ്പോൾ നമുക്കിവിടെ ഉണ്ടാവാറുണ്ട്. എങ്കിൽ പോലും സമ്മർ ജനറലി വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ് യൂറോപ്പിൽ മൊത്തം. ഞങ്ങളിവിടെ ഡിന്നറൊക്കെ കഴിഞ്ഞ് റിജോയ്ക്ക് ഒരു ചെറിയ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് പോയത്. നല്ല കണ്ടോ, ഫ്രണ്ടിൽ നല്ല വ്യൂ ഒക്കെ ആയിട്ട്, നല്ല കനാൽ വ്യൂ ഒക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഇപ്പോൾ വാവ വരുന്നതിന് മുന്നേ ഉള്ള കുറച്ച് ഔട്ടിങ്സാണ് ഞങ്ങൾക്ക് 3 പേർക്കുമായിട്ട് കിട്ടുന്നത്. കാരണം വാവയും കൂടെ വന്നു കഴിയുമ്പോൾ പിന്നെ 4 ആളായല്ലോ. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ആൻഡ്രിയയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും അവളുടെ കൂടെ ഔട്ടിങ്സ് ഒക്കെ ചെയ്യാനും ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു, നല്ല സണ്ണി ആയിട്ടുള്ള നല്ലൊരു ഫുൾ ഡേ ഞങ്ങൾ ആസ് എ ഫാമിലി എൻജോയ് ചെയ്തു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെ പ്ലീസ് സ്റ്റാർട്ട് ഫോളോയിങ് മീ. അപ്പോൾ അടുത്ത മിനി വ്ളോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ ബൈ.